ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമാവതാരം. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം. അർഭകന്മാരും 4 പിറന്നാരുടനുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രം പുനർവസു, നവമിയല്ലോ തിഥി. നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ. അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും. വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും. പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ. ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം. സഹസ്രായുധം ഉദിച്ചുയരുന്നതുപോലെ. സഹസ്രപത്രോത്ഭവ നാരദസനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ദ്യമായിരിപ്പോരു നിർമ്മലമകുടവും. സുന്ദരചിഗുരവും നളകസുഷമയും കാരുണ്യാമൃതരസസമ്പൂർണ നയനവും. ആരുണ്യാംബര പരിശോഭിത ജഘനവും. ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും. ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. കുണ്ടല മുക്താഹാര കാഞ്ചീനൂപുരമുഖ മണ്ഡനങ്ങളും. ഇന്ദുമണ്ഡലവദനവും. പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും. കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും. മോക്ഷദനായ ജഗൽ സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ. സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. കൗസല്യാസ്തുതി. നമസ്തേ ദേവദേവാ ശംഖചക്രാബ്ജധര. നമസ്തേ വാസുദേവാ മധുസൂദനാ ഹരേ. നമസ്തേ നാരായണ നമസ്തേ നരകാരേ. സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപതേ.
നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിരെന്നുത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജര നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയനിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസപത്മമധുവൻ മധുവൈരി സത്യജ്ഞാനാനാം ആത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭർത്തൃപുത്രാർത്ഥകുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംഭോജം കാൺമാനും യോഗം വന്നു. ത്വൽകാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം. ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശാമോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപദേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറക്കേണം മറ്റുള്ളോർ കാണും മുൻപേ. ലാളനാശ്ലേഷദ്യനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യവ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. നമസ്തേ. ഓം നമ ശിവായ. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മുടെ രാമായണം ക്ലാസ് തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് അയോധ്യ നരേശൻ ദശരഥൻ്റെ 3 പത്നിമാരും ഗർഭം ധരിക്കുകയുണ്ടായി. ഗർഭരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ജപഹോമാദികളൊക്കെ രാജാവ് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ സീമന്തം, പുംസവനം തുടങ്ങിയ ചടങ്ങുകൾ വിധിപ്രകാരമൊക്കെ ചെയ്യുകയുണ്ടായി. ജനങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി. ഇനി അടുത്തത് ശ്രീരാമ അവതാരമാണ്. അപ്പോൾ ഭഗവാന്റെ ആ രാമാവതാരത്തെക്കുറിച്ചുള്ള ഭാഗം നമുക്കിന്ന് പഠിക്കാം. നോക്കൂ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4
പിറന്നാരുടനുടൻ. ഗർഭകാലമൊക്കെ പരിപൂർണമായി. അങ്ങനെ 4 അർഭകന്മാർ എന്ന് പറഞ്ഞാൽ പുത്രന്മാർ, 4 പുത്രന്മാർ പിറക്കുകയുണ്ടായി. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. പഞ്ചഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുന്ന അവസരത്തിൽ കൗസല്യാത്മജനായി അയോധ്യയിൽ അച്യുതൻ, ച്യുതി ഇല്ലാത്തവനായ ആ ഭഗവാൻ പിറക്കുകയുണ്ടായി. പഞ്ചഗ്രഹം 5 ഗ്രഹങ്ങളാണ്. ജ്യോതിഷപ്രകാരം 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിന്നു കഴിഞ്ഞാൽ ജനിക്കുന്ന ശിശു കീർത്തിമാനും ധനവാനും നല്ല യോഗങ്ങൾ, കേസരി യോഗങ്ങളൊക്കെ ഉള്ള വ്യക്തിയായി മാറുമെന്നാണ് പറയപ്പെടുന്നത്. 5 ഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ വ്യാഴം, ആദിത്യൻ, ശനി, ചൊവ്വ, ശുക്രൻ, ഇവ യഥാക്രമം അതിൻ്റേതായ ആ ഒരു രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്, ഉച്ചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. കൗസല്യയുടെ പുത്രനായി ജനിക്കുകയുണ്ടായി. നക്ഷത്രം പുനർവസു, നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. ഭഗവാൻ ജനിച്ച നക്ഷത്രം പുനർവസുവാണ്. പുനർവസു പുണർദം നക്ഷത്രമാണ്. തിഥി നവമിയാണ്. നക്ഷത്രാധിപനോടുകൂടി, നക്ഷത്രാധിപൻ ചന്ദ്രനാണ്, ചന്ദ്രൻ്റെ കൂടെ ബൃഹസ്പതി വ്യാഴമാണ്. വ്യാഴം കർക്കടകത്തിൽ അത്യുച്ചത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ 5 ഗ്രഹങ്ങൾ, ഇപ്പോൾ വ്യാഴം, ആദിത്യൻ, ശനി, ചൊവ്വ, ശുക്രൻ എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇവ യഥാക്രമം കർക്കടകം, മേടം, തുലാം, മകരം, മീനം എന്നിവയാണ് ഉച്ചരാശികൾ. വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാണ് കർക്കടകം. ആദിത്യൻ മേടത്തിലാണ്, ശനി തുലാത്തിലാണ്, ചൊവ്വ മകരത്തിലാണ്, ശുക്രൻ മീനത്തിലാണ്. ഇവയാണ് ഈ 5 രാശികളാണ് ഈ 5 ഗ്രഹങ്ങളുടെ ഉച്ചരാശികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉച്ചരാശിയിൽ നിൽക്കുന്ന സമയത്ത് രാജയോഗവും ദിവ്യത്വവും ഫലമെന്നാണ് ജ്യോതിഷപ്രകാരം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാൻ ജനിക്കുന്നത്. അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അർക്കൻ ഉച്ചസ്ഥിതിയിലാണ്, കർക്കടകത്തിലാണ്, ഉച്ചസ്ഥിതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ അർക്കജൻ തുലാത്തിലും. അർക്കജൻ എന്ന് പറയുന്നത് സൂര്യൻ്റെ പുത്രനാണ്. സൂര്യപുത്രനായ ശനി തുലാം രാശിയിലാണ് നിൽക്കുന്നത്. ഭാർഗവൻ മീനത്തിൽ. ഭാർഗവൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. ശുക്രൻ മീനത്തിലാണ് നിൽക്കുന്നത്. വക്രൻ ഉച്ചസ്ഥനായി, വക്രനും ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. വക്രൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. ചൊവ്വയും അതിൻ്റെ ഉച്ചസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും അതിൻ്റെ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഭഗവാൻ ജനിക്കുന്നത്. വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ജഗത്തിൻ്റെ നാഥനായ ഭഗവാൻ എല്ലാ ഗ്രഹങ്ങളും അതിൻ്റെ ഉച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ജനിക്കുന്നത്. അപ്പോൾ സൂര്യൻ അതിൻ്റെ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചു കഴിഞ്ഞാലുള്ള ഫലം കർമ്മശക്തി ഉണ്ടാകും. അതുപോലെ തന്നെ ശനി അതിൻ്റെ ഉച്ചസ്ഥനായതുകൊണ്ട് ചില കണ്ടകശനിയാണ്. ആ സമയത്ത് ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് വനവാസാദി ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചൊവ്വ മേടത്തിൽ നിൽക്കുന്നതും ചില ദുഃഖകരമായ കാര്യമാണെന്ന് ജ്യോതിഷപ്രകാരം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കളത്ര ദുഃഖമൊക്കെ ഉണ്ടായതായിട്ട് ഫലം. ഇത് ജ്യോതിഷത്തിൻ്റെ പ്രവചനമാണ്. അങ്ങനെ ദിക്കുകളൊക്കെ പ്രസാദിച്ചിരു ദേവകളും, ദിക്കുകളും ദേവന്മാരുമൊക്കെ പ്രസാദിത്തും പ്രകാശിച്ചും വളരെ സന്തോഷത്തിലും ആണ് ഉള്ളത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പുഷ്യം എന്ന് പറഞ്ഞാൽ പൂയൻ നക്ഷത്രമാണ്. കൈകേയി പ്രസവിച്ചു പുഷ്യനക്ഷത്രത്തിൽ ഒരു ആൺകുട്ടിയെ. പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. സുമിത്ര പിറ്റേന്നാൾ പുത്രദ്വയത്തെയാണ് പെറ്റത്.
പുത്രദ്വയം എന്ന് പറഞ്ഞാൽ രണ്ട് പുത്രന്മാരെ സുമിത്ര പ്രസവിക്കുകയുണ്ടായി. അങ്ങനെ ഭഗവാൻ, ആ പരമാത്മാവ്, മുകുന്ദൻ, നാരായണൻ, ജഗദീശ്വരൻ, ജന്മരഹിതനായ ആ ഭഗവാൻ, ജനന മരണാദികളില്ലാത്ത, ജന്മമില്ലാത്ത ആ പരമ്പൊരുള്, പത്മേക്ഷണൻ എന്ന് പറഞ്ഞാൽ താമരക്കണ്ണൻ, ഭുവനേശ്വരൻ, ഭഗവാനെ സ്തുതിക്കുകയാണ്. ഭുവനേശ്വരൻ, ലോകനാഥൻ, ആ വിഷ്ണു തൻ്റെ ചിഹ്നത്തോടുകൂടി, വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. വിഷ്ണു തൻ്റെ ചിഹ്നത്തോടെയാണ് അമ്മയ്ക്ക് ദർശനം കൊടുത്തത്. ആ പിറന്നപ്പോൾ തന്നെ തൻ്റെ ആ ദിവ്യരൂപമാണ് കാണിച്ചു കൊടുക്കുന്നത്. വിഷ്ണു തൻ്റെ ചിഹ്നത്തോടെ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അടയാളങ്ങളായ ഏതൊക്കെയാണ്? ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവയോടാണ് ഭഗവാൻ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ കൗസല്യയ്ക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ്. ആ അമ്മ എന്തൊരു സൗഭാഗ്യവതിയാണെന്ന് ഓർക്കുക. സഹസ്ര കിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ. സഹസ്രകിരണം എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യൻ സഹസ്രായുധം ഉദിച്ചുയരുന്നത് പോലെ. സഹസ്രായുധം എന്ന് പറഞ്ഞാൽ 10,000, 1000 എന്നുവെച്ചാൽ 1 കോടി സൂര്യന്മാർ ഉദിച്ചതുപോലെയാണ് സഹസ്രപത്രോത്ഭവ നാരദ സനകാദി സഹസ്ര നേത്ര മുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോര് നിർമ്മല മകുടവും. എന്നുവെച്ചാൽ സഹസ്രപത്രോത്ഭവൻ. സഹസ്രപത്ര താമരയാണ്. താമരയിൽ ഉത്ഭവിച്ചവൻ ബ്രഹ്മാവ്. ആ ബ്രഹ്മാവ് സഹസ്രപത്രോത്ഭവനും നാരദന്മാരും സനകാദി മുനികളും, സനകൻ തുടങ്ങിയ മുനികളും, സഹസ്രനേത്രൻ ഇന്ദ്രനാണ്. സഹസ്രനേത്ര മുഖ വിഭുതേന്ദ്രന്മാരാലും, എന്നുവെച്ചാൽ ഇന്ദ്രൻ തുടങ്ങിയ ദേവശ്രേഷ്ഠന്മാരാലും വന്ധ്യമായിരിപ്പോര്, ആ വന്ദിച്ചുകൊണ്ടിരിക്കുന്ന, വന്ദിക്കത്തക്കതായ ആ നിർമ്മല മകുടം, പരിശുദ്ധമായ ആ കിരീടവും മകുടവും സുന്ദര ചിഗുരവും, സുന്ദരമായ മനോഹരമായ ചിഗുരം എന്ന് പറഞ്ഞാൽ തലമുടിയാണ്. സുന്ദരമായ ചിഗുരവും അളക സുഷമയും, അളകെന്ന് പറഞ്ഞാൽ കുറുനിരയാണ്. കുറുനിരയുടെ ആ ഒരു ഭംഗിയും ഒക്കെ കലർന്ന് കാരുണ്യാമൃത രസ സമ്പൂർണ്ണ നയനവും. കാരുണ്യാമൃത രസസമ്പൂർണ്ണ നയനം എന്ന് പറഞ്ഞാൽ കാരുണ്യാമൃത രസം നിറഞ്ഞ കണ്ണുകൾ. കാരുണ്യമാണ് ഭഗവാന്റെ കണ്ണുകളിലുള്ളത്. ആരുണ്യാംബര പരിശോഭിത ജഘനവും. ആരുണ്യാംബര പരിശോഭിത ജഘനം എന്ന് വെച്ചാൽ അരുണവർണ്ണത്തിലുള്ള, ആരുണ്യം എന്ന് പറഞ്ഞാൽ അരുണവർണ്ണമാണ്. അരുണവർണ്ണത്തിലുള്ള, ചുവന്ന വർണ്ണത്തിലുള്ള അമ്പരത്താൽ, വസ്ത്രത്താൽ ശോഭിക്കുന്ന അരക്കെട്ട്. അപ്പോൾ ചുവന്ന നിറത്തിലുള്ള വസ്ത്രമാണ് അരക്കെട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഭഗവാൻ ഉടുത്തിരിക്കുന്നത്. അപ്പോൾ ജഘനം എന്ന് പറഞ്ഞാൽ അരക്കെട്ടിൻ്റെ മുൻഭാഗമാണ്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു വസ്ത്രം, ചുവന്ന വസ്ത്രമാണ് ഭഗവാൻ അരക്കെട്ടിൻ്റെ ആ ജഘന ഭാഗത്ത് കെട്ടിയിരിക്കുന്നത്. നമ്മൾ ചിത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ, അത് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ആരുണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും. ശംഖ, ചക്ര, അബ്ജ, ഗദാശോഭിത ഭുജങ്ങൾ. ശംഖം, ചക്രം, താമരപ്പൂവ്, ഗദ എന്നിവ കൊണ്ട് ശോഭിക്കുന്ന ആ ഭഗവാന്റെ കൈകൾ. അതുപോലെ തന്നെ ശംഖസന്നിഭ ഗളരാജിത കൗസ്തുഭം. ശംഖസന്നിഭ ഗളരാജിത കൗസ്തുഭം. ശംഖ് പോലെയുള്ള ആ ഗളം എന്ന് പറഞ്ഞാൽ കഴുത്താണ്. കഴുത്തിൽ രാജിതം ശോഭിക്കുന്ന ആ കൗസ്തുഭം എന്ന രത്നം, അതോടുകൂടിയാണ് എല്ലാം തൻ്റെ എല്ലാ ചിഹ്നങ്ങളോടും കൂടിയാണ് ഭഗവാൻ തൻ്റെ മാതാവായ കൗസല്യയ്ക്ക് പ്രത്യക്ഷീഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായിട്ട്, അതായത് തൻ്റെ ഹൃദയത്തിൽ പരിപാവനമായ ആ ഒരു സ്നേഹം, തൻ്റെ ഹൃദയം ഭക്തവാത്സല്യം കൊണ്ട് നിറഞ്ഞതാണ് എന്ന കാര്യം ഭക്തന്മാർക്ക് വ്യക്തമായിട്ട്
മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തൻ്റെ മാറിടത്തിൽ ശ്രീവത്സം എന്ന അടയാളം ധരിച്ചിരിക്കുന്നത് എന്ന് ചുരുക്കം. ശ്രീവത്സം മറുകാണ്, ഭഗവാന്റെ മറുകാണ്, മറുകിൻ്റെ പേരാണ് ശ്രീവത്സം. ഭഗവാന്റെ മാറിടത്തിൽ ശ്രീവത്സം എങ്ങനെയാണ്, ആ അടയാളം എങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളൊരു കഥ പറയുന്നുണ്ട്. ഒരിക്കൽ ഭൃഗുമഹർഷി ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നറിയാൻ ഒരു പരീക്ഷണം നടത്തുകയുണ്ടായി. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന വിഷ്ണുവിൻ്റെ മാറിൽ ഭൃഗുമഹർഷി തൊഴിച്ചു. ഉണർന്ന ഭഗവാൻ മഹർഷിയുടെ കാല് വേദനിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട് മഹർഷിയെ സാദരം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഭൃഗുമഹർഷി തൊഴിച്ച അതിൻ്റെ പാടാണത്രേ വിഷ്ണുവിൻ്റെ മാറിൽ കാണുന്ന ശ്രീവത്സം എന്ന അടയാളം. അപ്പോൾ ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമായിട്ട് ഇത് ഭഗവാൻ തൻ്റെ മാറിൽ ധരിച്ചിരിക്കുന്നുവെന്ന് പുരാണ പ്രസിദ്ധമാണ്. അപ്പോൾ പരീക്ഷണത്തിൽ വിഷ്ണുവാണ് ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠനെന്ന് മഹർഷിക്ക് മനസ്സിലായി. ഇതൊരു കഥയാണ്. ഭക്തവാത്സല്യം അത്രയ്ക്കുണ്ട്, ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ശ്രീവത്സം കുണ്ഡല മുക്താഹാര കാഞ്ചി നൂപുര മുഖ മണ്ഡനങ്ങളും ഇന്ദുമണ്ഡല വദനവും. കുണ്ഡലം എന്ന് പറഞ്ഞാൽ കർണാഭരണമാണ്. കർണത്തിൽ, ചെവിയിൽ, അതായത് കമ്മൽ, കർണാഭരണം. അതുപോലെ തന്നെ കുണ്ഡലം. മുക്താഹാരം എന്ന് പറഞ്ഞാൽ മുക്തം എന്ന് പറഞ്ഞാൽ മുത്താണ്. മുത്തുമാലകളും അതുപോലെ തന്നെ കാഞ്ചി നൂപുരം. കാഞ്ചി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണമാണ്, നൂപുരം എന്ന് പറഞ്ഞാൽ കാൽച്ചിലമ്പ്. അപ്പോൾ ഭഗവാൻ തൻ്റെ കർണാഭരണം, അതുപോലെ തന്നെ മുത്തുമാലകൾ, അരഞ്ഞാൺ, കാൽച്ചിലമ്പ്, നൂപുര മുഖ മണ്ഡനങ്ങൾ, നൂപുരം തുടങ്ങിയ ആഭരണങ്ങൾ ഇട്ടുകൊണ്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മണ്ഡനങ്ങളും ഇന്ദുമണ്ഡലവദനവും. കുണ്ഡല മുക്താഹാര കാഞ്ചി നൂപുര മുഖമണ്ഡനങ്ങളും ഇന്ദുമണ്ഡലവദനവും. ഇന്ദുമണ്ഡലവദനം, ഇന്ദുമണ്ഡലം എന്ന് പറഞ്ഞാൽ ചന്ദ്രബിംബം പോലെ ശോഭിക്കുന്ന മുഖവും ഒക്കെയാണ് ആ പ്രത്യക്ഷീഭവിച്ച ഭഗവാനെ കൗസല്യക്ക് കാണാനായതെന്ന് ചുരുക്കം. പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും. പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാമന അവതാര കാലത്ത് മഹാബലിയോട് ഭഗവാൻ 3 അടി മണ്ണ് ചോദിക്കുകയും 3 ലോകവും അളന്നെടുത്ത ആ പാദം, 3 പാദങ്ങൾ കൊണ്ട്, 2 ചുവട് കൊണ്ട് ഭൂസർഗ പാതാളങ്ങളും, അതുപോലെ തന്നെ 3ാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതിട്ട് മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്ത കഥയും നമുക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെ അതാണ് 3 പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജം, പാദമാകുന്ന അബ്ജം, താമരയും. അങ്ങനെയുള്ള കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും, അത് കണ്ടിട്ട് പരമമായ ആനന്ദമാണ് കൗസല്യാദേവിക്ക് ഉണ്ടായത്. മോക്ഷതനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നറിഞ്ഞപ്പോൾ തനിക്ക് തൻ്റെ മുന്നിൽ അവതരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ പുത്രനായിട്ട് പിറന്നിരിക്കുന്ന ഭഗവാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മോക്ഷതനായ, മോക്ഷതം എന്ന് പറഞ്ഞാൽ മോക്ഷം നൽകുന്നവനായ, ജഗത് സാക്ഷിയാം ലോകസാക്ഷിയായ ആ ഭഗവാനാണ്, പരമാത്മാവാണ്, ശ്രീനാരായണാണ് എന്ന് അറിഞ്ഞപ്പോൾ ആ സുന്ദര ഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ. ഭഗവാനാണ് ഈ അവതരിച്ചിരിക്കുന്നത്, തൻ്റെ തനയനായിട്ട്, തൻ്റെ ആത്മജനായിട്ട് വന്നിരിക്കുന്നത് മനസ്സിലാക്കിയ ആ സുന്ദരിയായ കൗസല്യാദേവി തെരുതരെ സ്തുതിച്ചു തുടങ്ങി. ഭഗവാനെ വന്ദിച്ചുകൊണ്ട് ഇപ്രകാരം സ്തുതിക്കുകയുണ്ടായി. അതിൻ്റെ ആശയം ഒന്ന് പറയാം. ഇത്രയും ഭാഗത്തിൻ്റെ ആശയം ഒന്നുകൂടെ പറയാം. ഗർഭകാലം പരിപൂർണമായപ്പോൾ 4 കുമാരന്മാർ പിറക്കുകയുണ്ടായി. കർക്കിടക ലഗ്നത്തിൽ ചന്ദ്രനോടുകൂടി വ്യാഴവും, മേടത്തിൽ ആദിത്യനും, തുലാത്തിൽ ശനിയും, മീനത്തിൽ ശുക്രനും, മകരത്തിൽ കുജൻ എന്നിങ്ങനെ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ പുണർദം നക്ഷത്രവും നവമി തിഥിയും ചേർന്ന ശുഭദിനത്തിൽ ലോകനാഥനായ മഹാവിഷ്ണു കൗസല്യയുടെ മകനായി അവതരിച്ചു. കൈകേയി പൂയം നക്ഷത്രത്തിൽ ഒരു പുത്രനെയും അടുത്ത ദിവസം സുമിത്ര 2 പുത്രന്മാരെയും പ്രസവിച്ചു. പരമാത്മാവും ലോകനാഥനും ജനനമില്ലാത്തവനുമായ ഭഗവാൻ നാരായണൻ തൻ്റെ ചിഹ്നങ്ങളോടുകൂടി കൗസല്യയുടെ മുൻപിൽ പ്രത്യക്ഷനായി. കോടി സൂര്യന്മാരുടെ തേജസ് അവിടെ നിറഞ്ഞു നിൽക്കുകയുണ്ടായി. ബ്രഹ്മാവ്, ശനകാദികൾ, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ മുതലായവരാൽ ആരാധിക്കപ്പെടുന്ന ഭഗവാൻ
വിഷ്ണുവിൻ്റെ രൂപം കൗസല്യ തൻ്റെ മുന്നിൽ കണ്ടു. നിർമ്മലമായ കിരീടം, മനോഹരമായ തലമുടി, ശോഭയുള്ള കുറുനിര, കാരുണ്യാമൃതരസം നിറഞ്ഞ കണ്ണുകൾ, ചുമന്ന പട്ടുധരിച്ച അരക്കെട്ട്, ശംഖം, ചക്രം, ഗദ, താമരപ്പൂവ് എന്നിവ വിലസുന്ന 4 കൈകൾ, ശംഖുപോലെ അഴകേറിയ കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നം, മാറിലെ ശ്രീവത്സം എന്ന മറുക്, കുണ്ഡലം, മുത്തുമാല, അരഞ്ഞാൺ, പാദസരം തുടങ്ങിയ ആഭരണങ്ങൾ, ചന്ദ്രമണ്ഡലം പോലെയുള്ള മുഖം, പണ്ട് 3 ലോകങ്ങളെയും അളന്ന പാദകമലങ്ങൾ, ഇവയോടുകൂടി സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് തൻ്റെ മകനായി ജനിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൗസല്യ ആനന്ദത്തോടെ തിരുതരെ സ്തുതിച്ചു തുടങ്ങി. അടുത്തത് കൗസല്യ സ്തുതിയാണ്. കൗസല്യ ഭഗവാനെ സ്തുതിക്കുകയാണ്. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. നമസ്തേ ദേവദേവ, ദേവദേവൻ, ദേവന്മാർക്കും ദേവനായിട്ടുള്ളവനെ. ശംഖചക്രാബ്ജധര, ശംഖം, ചക്രം, അബ്ജം, താമര എന്നിവ ധരിച്ചിരിക്കുന്നവനെ. നമസ്തേ വാസുദേവ മധുസൂദന ഹരേ. നമസ്തേ നാരായണ, നമസ്തേ നരകാരി. നരകാരി എന്ന് പറഞ്ഞാൽ നരകൻ എന്ന അസുരന്റെ ശത്രു. അപ്പോൾ ഭഗവാനെ സ്തുതിക്കുകയാണ്. സമസ്തേശ്വര, സമസ്ത എല്ലാത്തിൻ്റെയും ഈശ്വര. ശൗരേ നമസ്തേ ജഗൽപദേ, ജഗത്തിൻ്റെ പതിയെ ഭഗവാനെ അവിടേക്ക് നമസ്കാരം. നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ച് സംഹരിക്കുന്നു. അല്ലയോ ഭഗവാനെ, അവിടുന്നാണ്, നിന്തിരുവടിയാണ് മായാദേവിയെ കൊണ്ട് ഈ വിശ്വത്തെ സന്തതം എല്ലായ്പ്പോഴും നിരന്തരം സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും സംഹരിക്കുകയും ഈ എല്ലാം ചെയ്യുന്നത് അല്ലയോ ഭഗവാനെ അവിടുന്നാണല്ലോ. അതുപോലെ തന്നെ സത്വാദി ഗുണത്രയം ആശ്രയിച്ച് എന്തിന് ഇതെന്ന് ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ. സത്വാദി ഗുണത്രയം എന്ന് പറഞ്ഞാൽ സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ എന്നാണ് അർത്ഥം. അപ്പം ഈ 3 ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഭഗവാൻ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന്, ഭഗവാൻ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ ഈ 3 ഗുണത്രയങ്ങളും ആശ്രയിച്ച് ചെയ്യുന്നത് ഉത്തമന്മാർക്ക് പോലും അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഭഗവാന്റെ തിരുവുള്ളം എന്താണെന്ന് ആർക്കും അറിയില്ല എന്ന് ചുരുക്കം. പരമൻ, പരാപരൻ, പരബ്രഹ്മാഖ്യൻ, പരൻ, പരമാത്മാവ്, പരംപുരുഷൻ, പരിപൂർണൻ. ഭഗവാൻ പരമനാണ്, പരാപരനാണ്, പരബ്രഹ്മാഖ്യം, പരബ്രഹ്മം എന്ന് പറയുന്നയാളാണ്, പരമനാണ്, പരമാത്മാവാണ്, പരംപുരുഷനാണ്, പരിപൂർണനാണ്, എല്ലാത്തിൻ്റെയും അവസാന വാക്കാണ്. അച്യുതനാണ്, ച്യുതിയില്ലാത്തവൻ, നാശമില്ലാത്തവനാണ് ഭഗവാൻ. അനന്തനാണ്, അവസാനമില്ലാത്തവനാണ്. അവ്യക്തനാണ്, വ്യക്തത ഇല്ലാത്തവനാണ്, വ്യക്തനല്ലാത്തവനാണ്. ആരാണ് എന്താണെന്ന് അറിയാൻ ആർക്കും ഒരു വഴിയുമില്ല ഭഗവാനെക്കുറിച്ച്. അതുപോലെ തന്നെ അവ്യയനാണ്, നാശമില്ലാത്തവനാണ്. അവ്യയൻ ഏകനാണ്, നിശ്ചലനാണ്, ഇളക്കമില്ലാത്തവനാണ്, നിരുപമനാണ്, അതുല്യനാണ്, നിർവാണപ്രദനാണ്, മോക്ഷം ദാനം ചെയ്യുന്നയാളാണ്, നിത്യനാണ്, എപ്പോഴും സ്ഥിരമായിട്ടുള്ളയാളാണ്, നിരാമയനാണ്. ആമയം, നിരാമയം എന്ന് പറഞ്ഞാൽ ആമയം ഇല്ലാത്തവൻ, രോഗം, ദുഃഖം ഇതൊക്കെയാണ് ആമയത്തിൻ്റെ പരിധിയിൽപ്പെടുന്നത്. അതുപോലെ തന്നെ നിശ്ചലനാണ്, നിരുപമനാണ്, നിർവാണപ്രദനാണ്, മോക്ഷം പ്രദാനം ചെയ്യുന്നയാളാണ്, നിത്യനാണ്, എപ്പോഴും ഉള്ളയാളാണ്, നിർമ്മലനാണ്, പരിശുദ്ധനാണ്, നിരാമയനാണ്. അടുത്ത് പറഞ്ഞ ആമയം ഇല്ലാത്തവൻ, ദുഃഖങ്ങളൊന്നും ഇല്ലാത്തവയാളാണ്, നിർവികാരാത്മനാണ്, യാതൊരു വികാരവും യാതൊരു മാറ്റവും ഇല്ലാത്തവനാണ് ആ ദേവൻ. അങ്ങനെയുള്ള ഭഗവാനെ അങ്ങ് നിർമ്മമനാണ്, ആരോടും മമതയില്ലാത്തവനാണ്, നിരാകുലനാണ്. ആകുലം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുഃഖം ഇല്ലാത്തയാളാണ്, നിരഹങ്കാരമൂർത്തിയാണ്, യാതൊരു അഹങ്കാരവും ഇല്ലാത്തയാളാണ് ഭഗവാൻ. അതുപോലെ തന്നെ നിഷ്കളനാണ്, കലകളൊന്നും ഇല്ലാത്ത, എന്ന് വെച്ചാൽ പരിപൂർണനാണ്, ഒരു തെറ്റും പറയാനില്ലാത്തയാളാണ്, നിരഞ്ജനനാണ്. അതുപോലെ തന്നെ നീതിമാനാണ്, നിർമ്മമനാണ്, നിഷ്കളനാണെന്ന് പറഞ്ഞു, നീതിമാനാണ്, നിഷ്കൽമഷനാണ്, ഒരു കളങ്കവും ഇല്ലാത്തയാളാണ്, നിർഗുണനാണ്,
ഒരു ഗുണവുമില്ലാത്ത ആളെന്ന് പറഞ്ഞാൽ ആ ഗുണത്തിൻ്റെയൊക്കെ അതീതനായിട്ടുള്ള ആളാണ്. നിരഞ്ജനം എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത ആളാണ്. നിൽക്കൽമഷം എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത ആളാണ്. അപ്പോൾ നിർഗുണം എന്ന് പറഞ്ഞാൽ സത്വ രജസ് തമോ ഗുണങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ആളാണ്. എല്ലാ ഗുണത്തിൻ്റെയും അതീതനാണെന്ന് ചുരുക്കം. നിഗമാന്ത വാക്യാർത്ഥവേദ്യനാണ്. വേദാന്ത വാക്യങ്ങളുടെ അർത്ഥം കൊണ്ടാണ് ഭഗവാനെ അറിയേണ്ടത്. അങ്ങനെയുള്ള ആ നാഥൻ നിഷ്ക്രിയനാണ്, യാതൊരു പ്രവൃത്തിയും ചെയ്യാത്തവനാണ്. നേരത്തെ പറഞ്ഞു മായാദേവിയെ കൊണ്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യിക്കുന്നതെന്ന്. നിരാകാരനാണ്, രൂപമില്ലാത്തവനാണ്, നിരഞ്ജന നിഷേവിതനാണ്. നിരഞ്ജനന്മാരാൽ നിഷേവിക്കപ്പെടുന്നവനാണ്, സേവിക്കപ്പെടുന്നയാളാണ്. നിരഞ്ജനന്മാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവന്മാരാണ്. ദേവന്മാരാൽ സേവിക്കപ്പെടുന്നയാളാണ് ഭഗവാൻ. തീർന്നിട്ടില്ല, നിഷ്കാമനാണ്, യാതൊരാഗ്രഹവുമില്ലാത്തയാളാണ്. നിയമിനാം ഹൃദയനിലയനൻ. നിയമിനാം ഹൃദയനിലയം എന്ന് പറഞ്ഞാൽ നിയമികൾ എന്ന് പറഞ്ഞാൽ യോഗികളാണ്. യോഗികളുടെ ഹൃദയ നിലയം, ഹൃദയം വീടായിട്ടുള്ളത്. ഹൃദയം നിലയം എന്നുവെച്ചാൽ വീട്. നിലയനം എന്ന് പറഞ്ഞാൽ വീടാണ്. അതായത് യോഗികളുടെ ഹൃദയമാണ് ഭഗവാന്റെ വാസസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്വയനാണ്. അദ്വയന് രണ്ടല്ലാത്തവനാണ്, ഒന്നാണ്, പരബ്രഹ്മസ്വരൂപനാണ്, അജനാണ്, ജനനമില്ലാത്ത ആളാണ്, അമൃതാനന്ദനാണ്. അദ്വയൻ, അജൻ, അമൃതാനന്ദനാണ്. അമൃതാനന്ദൻ എന്ന് പറഞ്ഞാൽ നാശമില്ലാത്ത ആനന്ദത്തോടു കൂടിയവനാണ്, ആ നാരായണനാണ്. വിദ്വന്മാനസ പത്മമധുവനാണ്. വിദ്വന്മാനസ പത്മമധുവൻ, വിദ്വാൻമാരുടെ മനസ്സാകുന്ന പത്മം, താമരയിൽ താമരപ്പൂവിന് വണ്ടായിട്ടുള്ളവനാണ്. വിദ്വാൻമാരുടെ മനസ്സാകുന്ന താമരപ്പൂവിന് വണ്ടായിട്ടുള്ളവൻ, അതാണ് വിദ്വൻ മാനസ പത്മ മധുവൻ. മധുവൻ വണ്ടാണ്. അപ്പോൾ മധുവൈരി, മധു എന്ന അസുരനെ കൊന്നവനായതുകൊണ്ട്, വധിച്ചവനായതുകൊണ്ട്, മധുവിൻ്റെ ശത്രുവായതുകൊണ്ട് മധുവൈരി എന്നുള്ള പേര് ഭഗവാന് കിട്ടിയിരിക്കുന്നു. സത്യജ്ഞാനാത്മാ, സത്യജ്ഞാന സ്വരൂപനാണ്, സമസ്തേശ്വരനാണ്, സകലതിനും നാഥനായിട്ടുള്ളയാളാണ്, സനാതനാണ്. സത്യജ്ഞാനാത്മാ, സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ. സത്യജ്ഞാന സ്വരൂപനാണ്, സമസ്തേശ്വരനാണ്, എല്ലാത്തിൻ്റെയും ഈശ്വരനാണ്, സകലതിനും ഈശ്വരനായിട്ടുള്ളതാണ് ആ സനാതനൻ, ശാശ്വതൻ എന്നുള്ള അർത്ഥമാണ്. സത്വസഞ്ചയ ജീവൻ എന്ന് പറഞ്ഞാൽ സത്വസഞ്ചയ ജീവൻ, എല്ലാ ജീവജാലങ്ങൾക്കും ജീവനായിട്ടുള്ളവൻ. ജീവന്റെ ജീവൻ എന്നൊക്കെ പറയാറില്ലേ, അതാണ് ഭഗവാൻ. എല്ലാ ജീവജാലങ്ങൾക്കും ജീവനായിട്ടുള്ളയാളാണ് ഭഗവാൻ. അതുപോലെ തന്നെ സനകാദഭിസേവ്യൻ. സനകാദിസേവ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സനകൻ മഹർഷിമാരാൽ സേവിക്കപ്പെടുന്നയാളാണ്. തത്വാർത്ഥബോധരൂപനാണ്. തത്വാർത്ഥബോധരൂപൻ എന്ന് പറഞ്ഞാൽ പരമാർത്ഥ ജ്ഞാനമാകുന്ന രൂപത്തോട്, ആ ബോധത്തോട്, രൂപത്തോട് കൂടിയവനാണ് ഭഗവാൻ. അപ്പോൾ സകല ജഗന്മയനാണ്, സകല ലോകങ്ങളാകുന്ന രൂപമുള്ളവൻ, സകല ജഗന്മയൻ, എല്ലാ ലോകത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ് ഭഗവാൻ. സത്താമാത്രനല്ലോ നിന്തിരുവടി നൂനം. സത്താമാത്രൻ, ഉണ്ടെന്നുള്ള അവസ്ഥ മാത്രമുള്ളവനാണ് ഭഗവാൻ. അങ്ങ് സത്ത് മാത്രമാണ്, അതിൻ്റെ ആ ഒരു കാമ്പ് മാത്രമാണ് ഭഗവാൻ. നൂനം, തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ഭഗവാൻ അങ്ങനെ തന്നെയുള്ള ആളാണല്ലോ. അപ്പോൾ കൗസല്യയുടെ സ്തുതിയാണ് നമ്മൾ ഈ കണ്ടത്. ഭഗവാനെ എത്ര സ്തുതിച്ചിട്ടും കൗസല്യയ്ക്ക് മതിയാകുന്നില്ല. അപ്പോൾ അപ്രകാരം പറഞ്ഞതിന് ശേഷം കൗസല്യാദേവി പറയുകയാണ്, നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. പദകമലങ്ങളാൽ ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം പറയുകയാണ്, നിന്തിരുവടിയുടെ, ഭഗവാനെ അവിടുത്തെ ജഠരത്തിങ്കൽ, ജഠരം എന്ന് പറഞ്ഞാൽ വയറാണ്, ആ വയറ്റിനുള്ളിലാണല്ലോ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. ഭഗവാനെ ഭഗവാന്റെ ജഠരത്തിലാണല്ലോ, അങ്ങയുടെ ജഠരത്തിലാണല്ലോ അന്തമില്ലാതോളം, അവസാനമില്ലാത്തത്ര ഈ ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നത്. ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നത് ഭഗവാന്റെ ഉദരത്തിലാണല്ലോ. അങ്ങനെയുള്ള ആ ഭഗവാനെ, അങ്ങനെയുള്ള ഭഗവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിന് എന്ത് കാരണം പോറ്റി? അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ഈ ജഠരത്തിൽ, എൻ്റെ ഈ വയറ്റിൽ വന്ന് പിറക്കാനായിട്ട്, വസിക്കാനായിട്ട് എന്താണ് ഭഗവാനെ കാരണം എന്ന് ചോദിക്കുകയാണ് കൗസല്യ.
ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു. മുഗ്ധയായ എനിക്കിപ്പോൾ ഭക്തന്മാരെ സംബന്ധിച്ച് ആ ഒരു പാരവശ്യം, മൂഢയായ, മുഗ്ധ എന്ന് പറഞ്ഞാൽ ഇവിടെ മനോഹര എന്നുള്ളൊരർത്ഥമുണ്ട്, പിന്നെ ഒരു മൂഢ എന്നുള്ളൊരർത്ഥമുണ്ട്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ അർത്ഥം എടുക്കാം. അപ്പോൾ ഒന്നും അറിയില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒന്നും അറിയില്ലാത്ത എനിക്ക് എൻ്റെ ഈ ജഠരത്തിൽ അങ്ങ് വന്ന് വസിക്കാൻ കാരണം എന്താണ് ഭഗവാനെ എന്ന് ചോദിക്കുന്നു. ഭർതൃ പുത്രാർത്ഥ കുല സംസാര ദുഃഖാംബുധൗ നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. ഞാനാകട്ടെ ഭർതൃ പുത്ര അർത്ഥ കുല സംസാര ദുഃഖാംബുധൗ, ഭർത്താവ്, പുത്രൻ, ധനം എന്നിവ കൊണ്ട് നിറഞ്ഞ ഈ ഒരു സംസാര സമുദ്രത്തിൽ നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ. ഈ സമുദ്രത്തിൽ മുഴുകി, കുടുംബ ബന്ധം എന്ന ഈ അബ്ദിയിൽ മുഴുകി ഞാൻ ആകെ ചുറ്റിക്കറങ്ങുകയാണ്. ഞാൻ ഭ്രമിക്കുകയാണ്. നിത്യവും നിമഗ്നയായിരിക്കുകയാണ് ഞാൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്ന് നിൻ പാദാംഭോജം കാണുവാനും യോഗം വന്നു. അല്ലയോ ഭഗവാനെ, കാരുണ്യത്താൽ, അങ്ങയുടെ കാരുണ്യത്താൽ ഇന്ന് എനിക്ക് ഭഗവാന്റെ പാദം കാണാനായിട്ടുള്ള ആ ഒരു ഭാഗ്യം കൈവന്നിരിക്കുകയാണ്. അപ്പോൾ കൗസല്യ പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനോട് പറയുകയാണ്, അങ്ങ് എന്തുകൊണ്ടാണ്, അങ്ങയുടെ ജഠരത്തിലാണല്ലോ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനും വസിക്കുന്നത്, അങ്ങനെയുള്ള ഈ മൂഢയായ ഒന്നും അറിയില്ലാത്ത എൻ്റെ ജഠരത്തിൽ അങ്ങ് വന്ന് വസിപ്പതിന് എന്താണ് കാരണം ഭഗവാനെ? ഞാനാണെങ്കിൽ ഈ സംസാര സാഗരത്തിൽപ്പെട്ട് ആകെ ചുറ്റിക്കറങ്ങുകയാണ്. അങ്ങനെയുള്ള എനിക്ക് ഭഗവാന്റെ ഈ പാദാംഭോജം കാണാനായിട്ടുള്ള യോഗം വന്നിട്ടുണ്ടല്ലോ. കാരുണ്യത്താൽ, അങ്ങയുടെ ആ കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഈ കാണായ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ, എൻ്റെ ദുഷ്കൃതം, എൻ്റെ പാപം ഒക്കെ നശിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നും എപ്പോഴും ഭഗവാനെ അവിടുത്തെ ഈ മോഹനമായ രൂപം എൻ്റെ മനസ്സിൽ, ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സാണ്, എൻ്റെ മനസ്സിൽ എപ്പോഴും അങ്ങയുടെ രൂപം തെളിയണേ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായിക മാം ലക്ഷ്മീപദേ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ ഭഗവാനെ, അവിടുത്തെ മഹാമായ എന്നെ വിശ്വേശ, വിശ്വത്തിൻ്റെ ഈശ, മോഹിപ്പിച്ചിടായിക, എന്നെ മായാമോഹത്തിൽ എന്നെ ഉൾപ്പെടുത്തരുതേ ഭഗവാനെ. അങ്ങയുടെ ലക്ഷ്മി ഭഗവതിയായ, അങ്ങയുടെ പാതിയായ ലക്ഷ്മീദേവിയുടെ ആ ഒരു മോഹവലയത്തിൽ എന്നെ പെടുത്തരുതേ, മായയുടെ മോഹത്തിൽ എന്നെ പെടുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടാതെ കൗസല്യ പറയുകയാണ്, കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളവർ കാണും മുമ്പേ. അല്ലയോ ദേവേശ, ദേവന്മാരുടെ ഈശ, അലൗകികമായ ലോകസാധാരണമല്ലാത്ത, ലോകത്തിൽ കാണാൻ കിട്ടാത്ത ആ വൈഷ്ണവമായ അങ്ങയുടെ ആ രൂപം ദേവേശ അങ്ങ് മറയ്ക്കണം. മറ്റുള്ളവർ കാണുന്നതിന് മുമ്പ് അങ്ങയുടെ ഈ രൂപം ഒന്ന് മറച്ചു തരണേ. ലാളനാശ്ലേഷദ്യനുരൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ രൂപം മാറ്റിക്കൊണ്ട് എനിക്ക് ലാളനാശ്ലേഷാദ്യ അനുരൂപമായ, ലാളന, ആലിംഗനം തുടങ്ങിയവക്ക്, അതായത് പുത്രനെ, സ്വന്തം പുത്രനെ അമ്മ എപ്രകാരമാണോ ലാളിക്കുന്നത്, അതേപോലെ ആ ഒരു ലാളനയ്ക്ക് പറ്റിയ ഒരു രൂപത്തിലേക്ക് മാറിത്തരണേ. ഭഗവാനല്ലേ മുന്നിൽ കാണുന്നത്. അപ്പോൾ ആ പുത്രഭാവത്തിൽ രൂപം കാണിച്ചു തരണേ എന്നാണ് പറയുന്നത്. ഉള്ളൊരു അഭ്യർത്ഥനയാണ് ഇവിടെ. അപ്പോൾ ലാളന, ആലിംഗനം തുടങ്ങിയവയ്ക്ക് യോജിച്ച തരത്തിലുള്ള ഒരു ബാലഭാവത്തെ, മനുഷ്യ ശിശുവിൻ്റെ ആ ഒരു രൂപം എനിക്ക് കാട്ടിത്തരണേ ഭഗവാനെ. ദയാനിധേ, ദയവുണ്ടാകണം, അത് കാണിക്കാൻ ദയവുണ്ടാകണം എന്ന് പറയാണ്. പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലേ കടക്കേണം ദുഃഖ സംസാരാർണവം. പുത്രവാത്സല്യം, സംസാരാർണവം, അതായത് പുത്രവാത്സല്യപൂർണമായ ഒരു പരിലാളന കൊടുത്തുകൊണ്ട്, ആ ഒരു അങ്ങയെ ശുശ്രൂഷിച്ചുകൊണ്ട്, ആ ഭക്തിയുടെ രൂപത്തിലല്ല, എന്നുവെച്ചാൽ ലാളനയുടെ രൂപത്തിൽ, ആ ഒരു സ്നേഹം, ആ ഒരു രൂപത്തിൽ എനിക്ക് അങ്ങയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഈ ദുഃഖസാഗരം, ഈ സംസാര സാഗരത്തെ എനിക്ക് മറികടക്കേണ്ടതായിട്ടുണ്ട് ഭഗവാനെ. അതിനുള്ള അനുഗ്രഹം എനിക്ക് തരണേ എന്നാണ് കൗസല്യ പ്രാർത്ഥിക്കുന്നത്. വരികളുടെ ആശയം ഒന്ന് മൊത്തത്തിലൊന്ന് പറയാം.
കൗസല്യ സ്തുതിക്കുകയാണ് ഭഗവാനെ. ദേവേശ, ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ ധരിക്കുന്നവനെ, വാസുദേവ, മധുസൂദന, നരകാരെ, ശൗരേ, ലോകനാഥ, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. നിന്തിരുവടിയാണ് മായാദേവിയെ കൊണ്ട് പ്രപഞ്ച രക്ഷിച്ച് സംഹരിക്കുന്നത്. സത്വാദി ഗുണത്രയത്തെ ആശ്രയിച്ച് അങ്ങ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് മഹാവിദ്വാൻമാർക്ക് പോലും അറിയാൻ പ്രയാസമായ കാര്യമാണ്. അങ്ങാകട്ടെ പരമനാണ്, പരബ്രഹ്മമാണ്. പരിപൂർണനും അച്യുതനും അനന്തനും അവ്യക്തനും അവ്യയനും ഏകനും നിശ്ചലനും അതുല്യനും മോക്ഷദായകനും പരിശുദ്ധനും നിർവികാരനും ഒരു ബന്ധമില്ലാത്തവനും അഹങ്കാരം ഇല്ലാത്തവനും പരിപൂർണനും വേദാന്തവാക്യങ്ങളുടെ പൊരുളും ഒക്കെയായ ഭഗവാനെ, അവിടുന്ന് നിഷ്ക്രിയനും നിരാകാരനും ദേവന്മാരാൽ സേവിക്കപ്പെടുന്നവനുമാണല്ലോ. അങ്ങയുടെ വാസം യോഗിമാരുടെ ഹൃദയത്തിലാണല്ലോ. അങ്ങനെയുള്ള ഭഗവാൻ അജനാണ്, നാശമില്ലാത്തവനാണ്, ആനന്ദത്തോടു കൂടിയവനാണ്, നിത്യനാണ്, വിദ്വാൻമാരുടെ മനസ്സാകുന്ന താമരപ്പൂവിന് വണ്ടായിട്ടുള്ളവനാണ്, മധുവൈരയാണ്, സത്യജ്ഞാന സ്വരൂപനാണ്, സകലതിന് നാഥനാണ്, ജഗന്നാഥനാണ്. അങ്ങനെയൊക്കെയുള്ള ഭഗവാനെ, അവിടുന്ന് ഈ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നവനും ആയ അങ്ങാണല്ലോ. അങ്ങയുടെ ഉദരത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ജഠരത്തിൽ വന്ന് കിടക്കാൻ, അല്ലയോ ഭഗവാനെ, എന്താണ് കാരണം? അറിവില്ലാത്ത ഈ എനിക്ക് ഭക്തന്മാർക്ക് അനുഭവമാകുന്ന ഭക്തിപാരവശ്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഭർത്താവ്, പുത്രൻ, സമ്പത്ത്, കുലം എന്നിവരടങ്ങിയ ലൗകിക ദുഃഖമാകുന്ന ഈ സമുദ്രത്തിൽ മുഴുകുന്ന ഞാൻ നിത്യവും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങയുടെ മഹാമായയുടെ ശക്തി കൊണ്ട് ഇന്ന് അങ്ങയുടെ പാദാംബുജം കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ മുൻപിൽ കാണുന്ന ഈ രൂപം മാറ്റിയിട്ട് അങ്ങ് അലൗകികമായ ഈ ഒരു വൈഷ്ണവ രൂപം മാറ്റി അങ്ങയുടെ എൻ്റെ കൺമുന്നിൽ കാരുണ്യവാരിധെ ലാളിക്കാനും ആലിംഗനം ചെയ്യാനും പറ്റിയ ഒരു ബാലരൂപത്തെ എനിക്ക് കാണിച്ചു തരണേ. അതുപോലെ തന്നെ ഈ ലോകം മുഴുവനും മോഹിപ്പിക്കുന്ന നിന്റെ മായാഭഗവതി എന്നെ മോഹിപ്പിക്കുകയും ചെയ്യരുത്. എനിക്ക് പുത്രവാത്സല്യാമൃതം നുകരാനാണ് ആ ഒരു താല്പര്യം. അതുകൊണ്ട് ഭഗവാനെ, എനിക്ക് അങ്ങയുടെ ബാലരൂപത്തെ കാണിച്ചു തരണേ. പുത്രവാത്സല്യം എന്ന വ്യാജേന അങ്ങയെ പരിചരിച്ച് ദുഃഖപൂർണമായ ഈ സംസാര സമുദ്രം കടക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടാക്കി തരണേ എന്ന് ഭഗവാനോട് കൗസല്യാദേവി പ്രാർത്ഥിക്കുകയാണ്.